ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. അതിലേക്ക് വേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 കിലോ ചിക്കൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി വലുത് അരിഞ്ഞത്, 4 പച്ചമുളക്, 2 കതിരി വേപ്പില, പിന്നെ 7 സബോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. ചീനച്ചട്ടി വെച്ച് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ തീ കുറച്ച് വെച്ച് നന്നായി ഇളക്കി ചൂടാക്കി എടുക്കണം. നന്നായി ചൂടായിട്ട് ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി വന്ന വെളിച്ചെണ്ണ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഒഴിക്കും. സബോള വട്ടാനായിട്ട് അതിലേക്ക് നമ്മൾ സബോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇട്ടു. അതിലേക്ക് നമുക്ക് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഇത് സബോള നന്നായി വഴന്ന് വരാൻ വേണ്ടി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുന്നേ എടുത്തു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി നല്ലോണം ചൂടായി നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇഞ്ചിരിയും വെളുത്തുള്ളിരിയൊക്കെ ഒരു കുത്തു പോകുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർക്കുക. നമുക്ക് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ഉപ്പുണ്ട്, ഈ സബോളയിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നന്നായി ഇളക്കി പൊടികളൊക്കെ സബോളയിലൊക്കെ ചേരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം. അത് ചൂടാക്കിയ നല്ല വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ ചൂടാക്കിയൊരു ഗ്ലാസ് വെള്ളമാണ് പിന്നെ അതിൽ ആഡ് ചെയ്യണത്. നന്നായി ഇളക്കി നന്നായി തിളച്ച് വരുന്നവരെ നന്നായി ഇളക്കി കൊണ്ടിരിക്കുക. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് അത് ഇളക്കി നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി ചേർന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്
ബിരിയാണി, ചോറ്, പൊറോട്ട, ചപ്പാത്തി എന്നിവ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയൊരു ചിക്കൻ റോസ്റ്റാണ്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്ത് വയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.